ഞാൻ നിൽക്കുന്ന ഒരു പുതിയ വീട്ടിൽ ഒരു പുതിയ കിച്ചന്റെ സ്പേസിൽ ഞങ്ങൾ റെനോവേറ്റ് ചെയ്ത കിച്ചന്റെ സ്പേസിലാണ് നിൽക്കുന്നത്. നേരത്തെ ഈ വീട്ടിലൊരു കിച്ചൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഹൈറ്റ് കുറവ്, സ്റ്റോറേജ് ഡെപ്ത് ഇല്ല, ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും പ്രോപ്പർ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ക്ലയന്റ് ഇവിടെ ഒരു സ്റ്റോർ റൂമായിട്ടാണ് ഈ കിച്ചൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിനെ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തു, അതിനെ പ്രോപ്പറാക്കി. ക്ലയന്റ് നാളെ തൊട്ട് ഇവിടെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ആയിരുന്നു കുക്കിംഗ് ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പം അവിടെ നമ്മൾ മൈക്രോവേവും ഓവനെല്ലാം ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, നമുക്ക് പഴയ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഈ പ്ലാറ്റ്ഫോം എല്ലാം പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നേരെ സിങ്ക് ആയിരുന്നു, അതിനെ അവിടുന്ന് മാറ്റി. അവിടെ ആയിരുന്നു റെഫ്രിജറേറ്റർ, കുറച്ച് വലിയ റെഫ്രിജറേറ്റർ ആയിരുന്നു, അതിനെ അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് ഫിക്സ് ചെയ്തു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ബോട്ടവും സെൻട്രൽ പാർട്ടാണ് ചെയ്തിരിക്കുന്നത്, ടോപ്പ് നമ്മൾ തൊട്ടിട്ടില്ല. ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വോൾട്ടേലും ചേഞ്ച് ചെയ്തു, ഇലക്ട്രിക്കൽ പോയിന്റ് ചേഞ്ച് ചെയ്തു, താഴത്തെ ക്യാബിനറ്റ്സ്, ഗ്രാനൈറ്റ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാമിനേഷൻ നമ്മൾ ഡിസൈൻ ചെയ്ത ലാമിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രേ അല്ല, ഗ്രേ പഴയതായിരുന്നു, അതിന് നമ്മൾ ടച്ച് ചെയ്യാത്തതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. സോ ഇവിടെ ഈ സിങ്ക്, ഇവിടെ ആയിരുന്ന സിങ്കിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ തന്നെ നമ്മൾ അടിയിൽ തന്നെ നമ്മൾ വാട്ടർ പ്യൂരിഫയറിന്റെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്ലാക്ക് കളർ ഉള്ള ഒരു ടാപ്പ് തന്നെ നമ്മൾ ഇവിടെയും കൊടുത്തേക്കുന്നത്. അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് അത് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മളിവിടെ നോർമൽ ക്വാളിറ്റി വാട്ടറും വെൽ വാട്ടർ ആണ് നമ്മളിവിടെ 2 ടാപ്പായിട്ട് സെപ്പറേറ്റ് കൊടുത്തേക്കുന്നത്. സിങ്ക് അവിടെ സിങ്കിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഹുഡും ഹോബും എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് നേരത്തെ അവിടെ കുറച്ച് സ്പേസ് ഉള്ളായിരുന്നു, ഇപ്പോൾ ഇവിടെ ഹ്യൂജ് സ്പേസ് ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ ഒരു ഏരിയയിൽ ആക്ച്വലി ഷോക്കേസ് ആയിരുന്നു, അതിനെ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാൻട്രി ആക്കി കൊടുത്തു. സോ നമുക്ക് ഇവിടുന്ന് ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസ് മാക്സിമം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഒരു ഡിസൈൻ തീർച്ചയായിട്ടും ആമസോൺ നിങ്ങൾക്കും തരാൻ സാധിക്കും.